കുജദശയിൽ ജനിച്ച മകീരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളുടെ ദശാകാലമനുസരിച്ചുള്ള സാമാന്യഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. കുജദശാകാലം 7 വർഷമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ ആളുകളുടെയും ജനനസമയം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഈ ദശാകാലം മൊത്തം അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 7 വർഷത്തിന് പകരം നമുക്ക് അതിന്റെ പകുതിയായ 3.5 വർഷം എന്ന് കണക്കുകൂട്ടി സാമാന്യഫലം പറഞ്ഞു തുടങ്ങാം. ഈ നക്ഷത്രക്കാർക്ക് ഈ 3.5 വർഷത്തിന് ശേഷം പിന്നെ 18 വർഷം രാഹുർദശയാണ്. അതായത് 3-നെയും 18ഓടെയും കൂട്ടുന്ന 21.5 വയസ്സ് വരെയാണ് രാഹുർദശ. ഈ കാലഘട്ടത്തില് വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പഠനകാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിക്കുന്നവർക്ക് വളരെ പ്രയത്നിച്ച് പഠിക്കേണ്ടി വരും. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടാം. എന്നാൽ ഇതൊക്കെ തരണം ചെയ്തു പോകാനുള്ള ഒരു അവസരമുണ്ട്. കുറച്ചു പേരൊക്കെ ഈ പഠനമൊക്കെ അവസാനിപ്പിച്ച് ചെറിയ ചെറിയ തൊഴിലിൽ ഏർപ്പെടുന്നത് കണ്ടുവരുന്നുണ്ട്. ഈ ദശ കഴിഞ്ഞാൽ, അതായത് ഈ രാഹുർ ദശ കഴിഞ്ഞാൽ പിന്നീട് 16 വർഷം ഇവർക്ക് വ്യാഴദശയാണ്. അതായത് ഏതാണ്ട് 37.5 വയസ്സ് വരെ രാഹുർ ദശയാണ്. വ്യാഴദശയാണ്. ഈ കാലഘട്ടത്തില് ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ പാസ്സാവാനും ഒരുപക്ഷെ ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടി നല്ല ജോലി ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോവും. വിദേശത്തൊക്കെ ജോലി കിട്ടും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുദ്ദേശിച്ച സർക്കാർ ജോലി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ ചേരുന്നവർക്കൊക്കെ സിവിൽ സർവീസിനൊക്കെ ഒരു കിട്ടാനുള്ളൊരു അവസരം കൂടി ഈ സമയത്ത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹങ്ങള്, പ്രത്യേകിച്ചും പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഇവര് പുതുതായിട്ട് വാഹനം മേടിക്കും. ലക്ഷറി ആയിട്ടുള്ള ഉയർന്ന രീതിയിലുള്ള വാഹനമൊക്കെ മേടിക്കും. ഭൂമി മേടിക്കും. പിന്നെ അതിൽ വളരെ ഉയർന്ന രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ വീടൊക്കെ പണിയും. ഇതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകളിലൊക്കെ കൂടുതലായിട്ട് മുതൽ മുടക്കും. മുതൽ മുടക്കിനനുസരിച്ച് കൂടുതൽ വരുമാനം കിട്ടും. വീണ്ടും മുതൽ മുടക്കും, അതിനനുസരിച്ച് വീണ്ടും വരുമാനം. അതായത് ബിസിനസ് കൂടുതൽ വിപുലപ്പെടുകയും കൂടുതൽ ധനം വന്നു ചേരുകയും ചെയ്യും. പിന്നെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അവരൊക്കെ വൈവിധ്യമാർന്ന കൃഷികളൊക്കെ ചെയ്ത് വിവിധ തരങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിച്ച് ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വില കിട്ടിയിട്ട് അവർക്കും ധനം വന്നു ചേരാനുള്ളൊരു ഉണ്ട്. അപ്പൊ പൊതുവെ ഈ കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിരിക്കും. ഈ വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ 19 വർഷം അവർക്ക് ശനിദശക്കാലമാണ്. അതായത് 56.5 വയസ്സ് വരെ. ശനിദശയും ഇവർക്ക് വലിയ കുഴപ്പമൊന്നും കൂടാതെ കഴിച്ചുകൂട്ടാൻ സാധിക്കും. സമ്പാദിച്ച ധനത്തിൽ നിന്ന് കുറച്ചൊക്കെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചില സന്താനങ്ങള് ഒക്കെ ചില ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ട് ചിലപ്പോൾ കുറെ നഷ്ടമൊക്കെ വന്ന് അങ്ങനെ കുറെയൊക്കെ ധനം നിന്ന് വിടാം. പിന്നെ പെൺസന്താനങ്ങൾക്ക് ചിലപ്പോൾ വിവാഹബന്ധങ്ങളൊക്കെ വേർപെടുത്തി വീട്ടില് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ മനോദുഃഖം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒഴികെ ഇവർക്ക് ശനിദശാകാലം വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ ഇവർക്ക് മുട്ടുവേദന, നടുവേദന, വാതരോഗം, ഇങ്ങനെ പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളും വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇവർക്കൊരു തുടർന്ന് ഒരു 17 വർഷം ബുധദശയാണ്. അതായത് ഏകദേശം 75 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിലെ വിദേശത്തുള്ള സന്താനങ്ങളൊക്കെ നാട്ടിലേക്കൊക്കെ വരും.
ചിലപ്പോൾ അവര് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മാതാപിതാക്കളുടെ ഒക്കെ കൂടി ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവര് മാതാപിതാക്കളെ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരെ മാതാവായാലും പിതാവായാലും അവരുടെ കൂടെ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ കുഴപ്പം കൂടാതെ ഇവരുടെ വാർദ്ധക്യകാലവും കഴിഞ്ഞു പോകും. പിന്നെ അവസാനമായിട്ട് വേറൊരു ഒരു കാര്യത്തോടും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ദശാകാലം പറഞ്ഞുവെങ്കിലും ഇപ്പൊ ഈ വർഷത്തെ വിഷുഫലം അനുസരിച്ച് ഈ ഒരു വർഷം ഇവർക്കൊരു ദോഷകാലമാണ്. അതായത് ഈ മകീരം ചിത്തിരാവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലഘട്ടമാണ്. കാരണം എന്താ വെച്ചാല് ഈ രവി സംക്രമണം മകീരം നക്ഷത്രത്തിലാണ് നടക്കുന്നത്. അപ്പൊ മകീര നക്ഷത്രം അതിന്റെ അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിരാവിട്ട എന്നീ നക്ഷത്രക്കാർക്കും ദോഷഫലങ്ങളാണ് ഈ ഒരു വർഷം അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഇവര് ശിവന്റെ അമ്പലത്തില് പക്കപ്പിറന്നാൾ തോറും 108 കൂവളത്തിലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മുൻവിളക്ക്, പിൻവിളക്ക്, ധാര ഇവ കഴിച്ച് ആയുർപുഷ്ടി വരുത്തേണ്ടതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ രോഗാവസ്ഥയിലുള്ളവർക്കും അതുപോലൊക്കെ അപകടം പറ്റി എന്തെങ്കിലുമൊക്കെ കിടക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ മേജർ സർജറിക്കൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക്, ബൈപ്പാസ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർജറിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഈ സമയത്ത് അമ്പലത്തില് ഒരു മൃത്യുഞ്ജയ ഹോമം ഏതാണ്ട് ഒരു 1500 രൂപയൊക്കെ ചെലവ് വരുമായിരിക്കും. തീർച്ചയായിട്ടും നടത്തണം. അവർക്ക് തീർച്ചയായിട്ടും നടത്തി ആയുർപുഷ്ടി വരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.